കാനിയോൺ കേവ് ഇത് ഒരു കേവ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ഒരു നദി ഒലി ഒഴുകിയിരുന്ന ഒരു പ്രദേശമാണ്. അതങ്ങനെ ഒരു കല്ലും മണ്ണും പാറയിൽ ഇങ്ങനെ രൂപാന്തരപ്പെട്ട ഒരു കേവ് മാതിരി ഒരു പ്ലേസാണ്. ഇത് പോകുന്നത് കുറച്ച് ഓഫ് റോഡാണ്. നമ്മൾ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയിൽ പോയില്ലെങ്കിൽ അടി തട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഭാഗത്തേക്ക് ഒരു കോറിയുണ്ട്. അപ്പം വലിയ ടിപ്പറെല്ലാം പോയിട്ട് ആ ഭാഗം കുറച്ച് മണ്ണ റോഡാണ്, കുറച്ച് മോശമായ റോഡാണ്. അപ്പോൾ പിന്നെ ഈ പ്രദേശത്തേക്ക് അധികം ടൂറിസ്റ്റൊന്നും വന്നിട്ടില്ലാത്തൊരു പ്രദേശമാണ്. അത് നമുക്കത് പോകുമ്പം അവിടെ മനസ്സിലാവും. പിന്നെ അവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ കുറച്ച് അതിനകത്ത് കയറുമ്പോൾ കുറച്ച് ബിയർ കുപ്പികളും അങ്ങനെ മദ്യക്കുപ്പികളും ഇതെല്ലാം അതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം പോകുമ്പം നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് പോകണം. പിന്നെ അത് മാത്രമല്ല, അതിനകത്തേക്ക് പോകുന്ന ചില സ്ഥലത്തെല്ലാം നമ്മൾ കുറച്ച് കുനിഞ്ഞ് പോകേണ്ടി വരും, കുറച്ച് നൂർന്ന് പോകേണ്ടി വരും. അങ്ങനെ കുറച്ച് വളരെ ശ്രദ്ധിച്ച് പോകണം. അതിൽ ഇടുങ്ങിയതായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. നമ്മളത് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമ്മളവിടെ ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് പോണ്ടിച്ചേരിയാണ് ഈ കാനിയോൺ കേവ്സ് എന്ന് പറയുന്നതെങ്കിലും ഇത് പ്രോപ്പറായിട്ട് ഇത് ഒരു പോണ്ടിച്ചേരി അല്ല. പോണ്ടിച്ചേരി എന്നൊരു 30 കിലോമീറ്റർ ഉണ്ട്. വിഴുപ്പുറം, തമിഴ്നാടിൻ്റെ തന്നെ വിഴുപ്പുറം എന്നുള്ള ഡിസ്ട്രിക്റ്റിലാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ ഇത് ഗൂഗിൾ മാപ്പിൽ കാനിയോൺ പോണ്ടിച്ചേരി എന്ന് അടിച്ചാലേ ഇത് ലൊക്കേഷൻ വരും. അപ്പോൾ ഈ ഭാഗത്ത് വേറെ പറയുന്നതിനകത്ത് ഈ ഭാഗത്ത് കുറച്ചധികം ഫോസിലുകളുണ്ട്. ഇതിൽ തന്നെ കുറച്ച് മേളിലെല്ലാം മരങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അതെല്ലാം ഫോസിലായി. ഇത് പാറ കണ്ട പാറയെന്നേ പറയത്തുള്ളൂ. അമ്മാതിരി ഫോസിലായി മാറിയതുണ്ട്. ഇതിപ്പോൾ ഈ മേളിൽ കാണുന്ന ഭാഗത്തെന്ന് പറഞ്ഞാൽ അത് ഒരു തടിയാണ്. ആ തടി ഫോസിലായി മാറിയതാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ.